എടാ പ്രതാപ, നീ എന്തിനാടാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? ചേച്ചി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എടാ, നീ പറഞ്ഞതൊന്നും ചിന്തിക്കാനുള്ള മൂളായി എനിക്കില്ലെന്നാണോ നീ കരുതുന്നത്? മുമ്പിലൊരു അപകടം ഉരുത്തിരിഞ്ഞു വരുന്നത് കണ്ടിട്ടും ചേച്ചി ഇത് കാണാത്ത പോലെ കണ്ണടക്കിയല്ലേ? പ്രതാപ, ഇതൊരു വലിയ കൊടുങ്കാറ്റിന് മുമ്പേയുള്ള ശാന്തതയാണ്. അത് നീ മനസ്സിലാക്കണം. ചേച്ചി ദേ ഇങ്ങനെ കടങ്കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഉള്ളിലുള്ള എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എനിക്ക് വെറുതെ ടെൻഷൻ അടിക്കാൻ വയ്യ. വീണ്ടും മനുഷ്യനെ മട്ടാക്കുന്ന രീതിയിൽ ചിരിക്കാണോ? എടാ പ്രതാപ, നമ്മൾ ഒരുക്കുന്ന ചതിയുടെ ചതുരംഗ കളിയിലെ വെറും ഒരു കരുവാണ് ആ പല്ലവി. നമ്മുടെ മുറിവുണക്കുന്ന ഒറ്റമൂലി. ചില ആളുകളെ നേരിട്ട് കുത്തി മുറിവേൽപ്പിച്ചാൽ അവർക്ക് വേദനിക്കില്ല. കാരിരുമ്പിന്റെ കരളുറപ്പായിരിക്കും അവർക്ക്. അങ്ങനെ ഒരു ജനസിൽ പിറന്നവളാണ് പാർവതി. അവളെ നമ്മളെ എത്ര വേദനിപ്പിച്ചാലും അവള് സഹിക്കും. അവൾക്ക് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചാൽ അവളത് താങ്ങില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പല്ലവിയെ ഞാൻ കയ്യിലെടുക്കുന്നതും ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും അവളോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അവളെ പാർവതിക്കെതിരെയുള്ള ആയുധമാക്കാനാണ്. നീ നോക്കിക്കോ, പല്ലവി എന്ന ആയുധം വെച്ച് പാർവതിയെ ഞാൻ വെട്ടി വീഴ്ത്തും. വിശാൽ സർ. ആ പാർവതി വാ. സാറിന് ജലദോഷം തലവേദനയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? തലവേദനയ്ക്ക് ഇത്തിരി കുറവുണ്ട്. ജലദോഷം അങ്ങനെ തന്നെയാ. പനിയൊന്നുമില്ലല്ലോ? ഇല്ലേ? ചൂടൊന്നുമില്ല. ദാ ഈ മസാല ചായ കുടിക്ക്. ജലദോഷത്തിന് നല്ല ആശ്വാസം കിട്ടും. ചൂട് ആ, ചൂടോടെ വേണം അത് കുടിക്കാൻ. എന്നാലേ അതിന് ഗുണം കിട്ടൂ. കുടിക്ക് കുടിക്ക്. ഇപ്പൊ സാറിന് മണം അറിയാൻ പറ്റുന്നുണ്ടോ? ഏയ് കണക്ക് തന്നെ. പക്ഷെ ഒരു മണവും അറിയാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. എനിക്ക് എന്റെ പെണ്ണിന്റെ സുഗന്ധം അറിഞ്ഞാൽ മതി. എന്താടോ അത് പറഞ്ഞപ്പോ ഒരു നാണം. ഒന്ന് പോവേ. എവിടെ കാണട്ടെ? എന്റെ പെണ്ണിന്റെ നാണം ഞാനൊന്ന് കാണട്ടെ. ഓ പിന്നെ നോക്കട്ടോ. വന്ന് മാറ്റിക്കേ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടോന്ന് തോന്നുന്നു. ഇപ്പോ എനിക്ക് നിന്റെ സുഗന്ധം അറിയാൻ പറ്റുന്നുണ്ട് പാർവതി.
അതെ, നാളെ എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാ. അമ്പലത്തില്? ഏതമ്പലത്തിലാ പോകുന്നത്? പൗർണമി ദേവി ക്ഷേത്രത്തില്. സാറ് വരണം എന്റെ കൂടെ. ഞാനും വരണോ? വരണം. എന്താ സാർ വരില്ലേ? പിന്നെന്താ, പാർവതി വിളിച്ചാ ഞാൻ എവിടെയും വരും. എപ്പോഴാ പോണ്ടേ? രാവിലെ നേരത്തെ പോണം. ആയിക്കോട്ടെ. ആ പിന്നെ നമ്മൾ മാത്രമല്ല ക്ഷേത്രത്തിൽ പോകുന്നത്. ജാസ്മിനും സുശീലപ്പച്ചിയും ഗാർഗിയും ഒക്കെ വരുന്നുണ്ട്. ജാസ്മിനും സുശീലാന്റിയും വന്നാൽ അത് തലവേദനയാവും. നമുക്ക് അവരെ കൂടാതെ പോയാലോ? അത് ശരിയാവില്ല, അവരെയും കൂടെ കൊണ്ടുപോകണം. എന്താ അത്രയ്ക്ക് നിർബന്ധം? പൗർണമി ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴി അവർക്കേ അറിയൂ. അപ്പൊ പിന്നെ അവരെ കൂട്ടാതെ എങ്ങനെയാ? അതെ, എനിക്ക് അടുക്കളയില് കുറച്ച് ജോലിയുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പൊക്കട്ടെ. ശരി. പാർവതി, നിങ്ങൾ ഇറങ്ങിയില്ലേ? ഞങ്ങളിതേ വരുന്നു അപ്പച്ചി. നീ റെഡിയായോ? ഞാനോക്കെ. അല്ല, കഥാനായകനും നായികയും വന്നില്ലേ? ഇല്ല, ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗിലാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നട അടയ്ക്കുന്നതിന് മുമ്പ് പൗർണമി ദേവി ക്ഷേത്രത്തിൽ എത്തും. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യോ, നീ എന്തിനാണ് ജാസ്മിൻ പെട്ടെന്നൊരു അമ്പല പരിപാടി പ്ലാൻ ചെയ്തത്? അതും നിരീശ്വരവാദിയായ ജാസ്മിൻ. അയ്യോ ആന്റി, ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിരീശ്വരവാദിയാണെന്ന്? ഇല്ല, ജാസ്മിൻ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അല്ല, നിങ്ങൾ മൂന്നുപേരും കൂടെ അണിഞ്ഞൊരുങ്ങിയത് എങ്ങോട്ട് പോവാ? എന്താ പ്രോഗ്രാം? മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ടുണ്ടല്ലോ. ഞങ്ങളെ പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക് പോവാ അമ്മേ. പൗർണമി ദേവി ക്ഷേത്രത്തിലേക്കോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രിയായിരുന്നു പ്ലാൻ ചെയ്തത്. എല്ലാം പെട്ടെന്നായിരുന്നു പ്രഭേച്ചി. ഇവര് വരുന്നുണ്ടോ? ഞങ്ങളെല്ലാരും ഒരുമിച്ചാണല്ലോ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇതെന്താ എല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്നൊരു ക്ഷേത്ര ദർശനം? ശരിക്കും ഇന്ന് അമ്പലത്തിൽ പോണോന്ന് ആഗ്രഹിച്ചതേ ജാസ്മിനാ. ജാസ്മിന്? അവളത് പാർവതിയോട് പറഞ്ഞപ്പോ പാർവതിക്കും താല്പര്യമായി. കേട്ടപ്പോ എനിക്ക് സുശീലാന്റിക്ക് ഒപ്പം പോണോന്ന് തോന്നി. ജാസ്മിന് ഈശ്വരവിശ്വാസം തോന്നി തുടങ്ങുന്നത് അവളുടെ ഭാവി ജീവിതത്തിന് നല്ലതല്ലേന്ന് കരുതിയാ ഞങ്ങളും കൂടെ പോകുന്നത്. പാർവതി പോണോന്ന് പറഞ്ഞ് വിളിക്കുമ്പോ എനിക്ക് പോകാതിരിക്കാൻ പറ്റുന്നല്ലോ. അതുകൊണ്ട് ഞാൻ കൂടെ പോകുന്നു. അമ്മയും പ്രതാപൻ സാറും വരുന്നുണ്ടോ? എങ്കില് എല്ലാവർക്കും കൂടി ചേർന്ന് പോവാം. ഏയ്, നിങ്ങൾ പോയിട്ട് വരും. അല്ല, നിങ്ങൾ 5 പേരും കൂടി എങ്ങനെയാ പോകുന്നത്? 2 കാറിലാണോ? എല്ലാരും കൂടെ ചേർന്ന് എന്റെ കാറില്. അതില് 5 പേർക്ക് സുഖമായിട്ട് പോവാലോ. പിന്നെ ഇതിന് മറ്റൊരു കാറ്. ശരി, എങ്കിൽ പോയിട്ട് വരൂ. ജാസ്മിൻ മോളെ, നിന്റെ തലയിലെ പൂവ് ശരിയായിട്ടില്ല. ഒന്ന് തിരിഞ്ഞു നിന്നേ.
നിങ്ങൾ പോയി കാറിലിരുന്നോ, ഇവളിപ്പോ വരും. ജാസ്മിൻ, നീ എന്തിനാ അവളെ ആ പാർവതി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? ഒന്നും കാണാതെ നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഇന്ന് അവൾ ഉടലോടെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്ന ദിവസം ആന്റി. പാർവതിയെ തീർക്കണം. അതിന് ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. അത് ആ അമ്പലത്തിൽ വെച്ച് ഞാൻ നടപ്പിലാക്കും. ഞാൻ ഒരുക്കിയിരിക്കുന്ന കെണിയിൽ വീണ് അവള് ചാകും. ആന്റി അങ്കിളും അവളുടെ മരണവാർത്ത അറിയാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോ ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ജാസ്മിൻ, നിന്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ശരി, സംഗതി നടന്നിരിക്കണം. ഇത്തവണ അവള് രക്ഷപ്പെടരുത്. ഇത്തവണ എന്തായാലും പിഴക്കില്ല. ഉം. പാർവതിയുടെ ശല്യം ഇന്നുകൊണ്ട് തീരും. ആന്റിയും അങ്കിളും അവളുടെ ശവം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു. ചെല്ല്. ചേച്ചി, ജാസ്മിനാണ് കൊള്ളാലോ. ഇതാണ് പൗർണമി ദേവി ക്ഷേത്രം. ആ പൊങ്കാല, ഇത് വലിയ ക്ഷേത്രാണല്ലോ. അതെ, ചെല്ലു, ചെന്ന് പ്രാർത്ഥിക്ക്. അപ്പോ നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ വന്നോളാം. ആ വിശാൽ സാർ, അർച്ചനയ്ക്ക് രസീത് എഴുതിക്കണം. ശരി. വാ. എല്ലാം നമ്മുടെ പദ്ധതി പ്രകാരം തന്നെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവള് നമ്മളോടൊപ്പം ക്ഷേത്രത്തിലേക്ക് വരുമെന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അവൾക്ക് തല നിറച്ചും ഭക്തിയല്ലേ, അപ്പൊ പിന്നെ വരാതിരിക്കൂ? ഇവൾ ഭക്തിയുടെ പേരിൽ എന്തും ചെയ്യും. അതുകൊണ്ടെന്താ, നമ്മുടെ ജോലി നമുക്ക് വേഗം തീർക്കാൻ പറ്റിയില്ലേ? ആ, എല്ലാം സെറ്റല്ലേ? ഞാനിവിടെ ഒരാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തോളൂ. വേഗം പോയി മണിയടിക്കേ, വേഗം പോയി മണിയടിക്കേ, വേഗം പോയി മണിയടിക്കേ. വേഗം പോയി മണിയടിക്കേ, ഞാനൊന്നും പറയില്ല. വേഗം പോയി മണിയടിക്കേ. ഒരു അർച്ചന ചെയ്യണം. പേരുന്നാളും പറഞ്ഞോളൂ. പാർവതി മകം. ബ്രോ ഒരർച്ചന മാത്രമേ ചെയ്യുന്നുള്ളൂ? ബ്രോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ലേ? പാർവതിക്ക് വേണ്ടി ചെയ്താ പോരെ? അതിന്റെ ഗുണം എനിക്കും കിട്ടുമല്ലോ. അതൊന്നും പോരാ, വിശാൽ സാറിനും അർച്ചന ചെയ്യണം. ആ അതെ അതെ, അത് വേണം. ഒരർച്ചന കൂടി വേണം. വിശാൽ പൂരം. വിശാൽ പൂരം. വേഗം പോയി മണിയടിക്കേ. എന്താ അവിടെ? നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങളിതേ വരുന്നു. നിങ്ങൾ അകത്തേർത്തോളതോ. പോവാം. പോവാം. വാ.
വാ. തിരുമേനി അർച്ചനയുണ്ട്. ആ ചുറ്റമ്പലത്തിൽ വലം വെച്ച് വന്നോളൂ. ആ തിരുമേനി, ഇവിടെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി മണിയടിച്ച് പ്രാർത്ഥിക്കുന്ന നേർച്ചയുണ്ടെന്ന് പറഞ്ഞു. ഉവ്വ്. എനിക്ക് ആ നേർച്ച ഒന്ന് നടത്തണമായിരുന്നു. അതിനെന്താ, നടത്താലോ. പൂജ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാം. ഉം. വാ. വിപിൻ സാറേ, സാർ ഓഫീസിൽ പോവാണോ? അല്ല, നീ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയതാ. എടി, ഈ വേഷം കണ്ട നിനക്ക് അറിയില്ലേ ഓഫീസിലേക്കാണ് പോകുന്നതെന്ന്? അതെ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ അത് സാധിച്ചു തരുമോ? ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ സാധിച്ചു തരാൻ ഞാൻ ശ്രമിക്കാം. ഞാനും കൂടി വന്നോട്ടെ ഓഫീസില്? എന്തിന്? ചേച്ചിയും വിശാലേട്ടനും ഇല്ലാത്തതല്ലേ, അപ്പൊ ചെയർപേഴ്സന്റെ ജോലി ഞാൻ ചെയ്യാമായിരുന്നു. ചില്ലറ മോഹമൊന്നും അല്ലല്ലോ നിന്റെ മനസ്സില്. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാലേ എന്താന്നാ നീ കരുതിയിരിക്കുന്നത്? അല്ല, ഏട്ടനും പാർവതി എവിടെ പോയി? അവരെല്ലാരും കൂടെ ഒരുങ്ങിക്കെട്ടി പൗർണമി ദേവി ക്ഷേത്രത്തിൽ പോയിരിക്കുക. പൗർണമി ദേവി ക്ഷേത്രത്തിലോ? അതെവിടെ? ആ ജാസ്മിൻ കൂട്ടിക്കൊണ്ടുപോയതാ. ജാസ്മിൻ കൂട്ടിക്കൊണ്ടുപോയോ? ആ, ഇനി സാറും കൂടെ പോയി കഴിഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് ബോറടിക്കും. അതാ ഞാനും കൂടി ഓഫീസിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചേ. അതെ, നിന്റെ ബോറടി മാറ്റാനുള്ള സ്ഥലമല്ല ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസ്. തൽക്കാലം ബോറടിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. സാറ് നോക്കിക്കോ, അവൾ ഇരിക്കുന്ന കസേരയിൽ ഞാനിരിക്കും. എന്നിട്ട് ആ ഓഫീസ് ഞാൻ ഭരിക്കും. ഈ പല്ലവിയാ തീരുമാനിച്ചിരിക്കുന്നത്. അയാൾ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് നോക്കാം. ആ ദേ, അതാണ് അയാൾ. വാ. എന്തായി, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് മാഡം. മാഡം പറഞ്ഞ പോലെ മണിയിൽ കറണ്ടിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആരും കാണാതെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാനത് ചെയ്തത്. ആ, വെറുതെ ഒന്നല്ലല്ലോ. തനിക്ക് നല്ല കാശ് ഞാൻ തരുന്നില്ലേ? ഓ, എന്നാ ചെല്ലും. ആ അതെ, എന്താ മാഡം? ഈ കാര്യം പുറത്തെങ്ങാനും അറിയാലോ എന്നെ. ഹൈ വോൾട്ടേജ് വൈദ്യുതി കടത്തിവിട്ട് ഭസ്മമാക്കി കളഞ്ഞ്. ഞാൻ ആരോടൊന്നും പറയില്ല മാഡം. പൊയ്ക്കും. ആ വാൻഡി, നമുക്ക് അകത്ത് പോയി നോക്കാം. വാ. അയാളെ ഏൽപ്പിച്ച ജോലി അയാൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പാർവതിയെ കൂട്ടിക്കൊണ്ടുവന്ന് മണി അടിക്കേണ്ട താമസം. അതോടെ അവൾ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കും.
തിരുമേനി, വിശാൽ സാറിന് ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം തിരുമേനി. പിന്നെന്താ, രണ്ടാളും ഒന്ന് ചേർന്ന് നിന്നോളൂ. ദീർഘസുമംഗലി ഭവ.